ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാജ്യസഭയിലും വീണ്ടും അതിശക്തമായ ബഹളമാണ്. ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ അടിയന്തര പ്രമേയങ്ങളാണ് വലിയ ബഹളം നൽകുന്നത്. 23 അടിയന്തര പ്രമേയങ്ങളാണ് രാജ്യസഭയിൽ വന്ന് അന്വേഷണം നടക്കുന്നതിനാൽ നോട്ടീസുകൾ തള്ളുന്നു എന്ന് ചെയർമാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബഹളം. ബസന്ത്, അപ്പോ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെ വ്യക്തമാക്കിയാണല്ലേ? തീർച്ചയായും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാജ്യസഭയിൽ ഇപ്പോൾ ചെയർമാൻ ജഗദീപ് ധൻഖറിന്റെ വിശേഷണം വന്നിരിക്കുന്നത്. 23 അടിയന്തര പ്രമേയ നോട്ടീസുകളും ഞാൻ തള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ചർച്ച അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ വിവേക് തൻഖയോട് പ്ലക്കാർഡുകൾ ഉയർത്തി കാട്ടരുത് എന്നുള്ള നിർദ്ദേശവും ചെയർമാൻ നൽകിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ജഗദീപ് ധൻഖർ വക്രീകരിക്കും. ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെക്കുകയുണ്ട്. 2 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളം മൂലം 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ നേരത്തെ ലോക്സഭയും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 23 അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് ഈ പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ വന്നത്. എന്നാൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നോട്ടീസുകൾ തള്ളുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷം വലിയ തോതിൽ രാജ്യസഭയിലും ബഹളം വെച്ച് തുടർന്ന് 2 മണിവരെ രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുന്നു. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.